എല്ലാ കുട്ടികൾക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 10ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂമ്പി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഒരു ക്ലാസ്സിൻ്റെ മുഴുവൻ സമയവും ആ ഒരു അരൂപിയിലായിരിക്കുവാനായിട്ടുള്ള എല്ലാ കൃപാവരവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ 1ാമത്തെ മൊഡ്യൂളിൽ പഠിച്ചത്? നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ പേരെന്തുമായിരുന്നു? ദാമ്പത്യ വിശുദ്ധി അല്ലേ. 9ാമത്തെ കൽപ്പനയായ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന കൽപ്പനയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ വിവാഹം എന്ന കൂദാശയെ പറ്റിയിട്ടാണ് കൂടുതലും പഠിച്ചത്. ആരാണ് വിവാഹം എന്ന കൂദാശ സ്ഥാപിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദൈവമാണ് വിവാഹം എന്ന കൂദാശ സ്ഥാപിക്കുന്നത്. അതിനെ ഒരു കൂദാശയായി ഉയർത്തിയത് ആരാണ്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ് വിവാഹത്തെ ഒരു കൂദാശയായി ഉയർത്തുന്നത്. വിവാഹം എന്ന കൂദാശയിലൂടെ ഒരുമിച്ച് ചേരുന്ന സ്ത്രീയും പുരുഷനും അവരുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ ദാനമായി നൽകുകയും അതുവഴി അവർ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. കഴിഞ്ഞ ആഴ്ച പഠിച്ച് തീരാൻ പോയപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, വിവാഹ സമയത്ത് വധൂവരന്മാരെടുക്കുന്ന ഒരു ഉടമ്പടിയെ പറ്റി. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കരാറാണ്. 2 പേർ തമ്മിൽ എടുക്കുന്ന കരാർ. 2 പേർ ആരൊക്കെയാണ്? നമ്മുടെ ഈ ഒരു കേസിൽ വധൂവരന്മാർ അല്ലേ. അവർ ആരുടെ മുൻപിലാണ് ഈ കരാർ എടുക്കുന്നത് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ, അൾത്താരയുടെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിലാണ് അവർ ഈ ഒരു ഉടമ്പടി എടുക്കുന്നത്. ഈ ഒരു ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കാലാവധിയുണ്ട്. നമ്മളുടെ ഈ ഒരു കേസിൽ, വിവാഹത്തിൻ്റെ കേസിൽ, ഉടമ്പടി തുടങ്ങുന്നത് ആ വിവാഹത്തിൽ അവർ ആ ഉടമ്പടി എടുക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ. അവർ മരിക്കുന്ന സമയം വരെ ആയിരിക്കും ആ ഒരു ഉടമ്പടിയുടെ കാലാവധി. അതായത് അവർ മരിക്കുന്നത് വരെ ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഒരു ഉടമ്പടി എന്ന് നോക്കാം. ഇങ്ങനെയാണ് ആ ഉടമ്പടി. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ട് ഓരോ വധൂവരന്മാരും അവരുടെ ജീവിത അവസാനം വരെ ജീവിക്കുന്നത്. നമുക്ക് ഈ ഒരു ഉടമ്പടിയെ പറ്റി ഒന്ന് നോക്കാം അല്ലേ. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ദൈവത്തിന് മുൻപിൽ ഉടമ്പടി ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഉടമ്പടി നമ്മൾ ദൈവത്തിന് മുൻപിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ വ്യതിചലിക്കാനായിട്ട് പാടില്ല. ആദ്യം തന്നെ അവർ പറയുന്നത് എന്താണ്? ഈ നിമിഷം മുതൽ മരണം അവരെ വേർപെടുത്തും വരെയാണ് അവർ ഈ ഉടമ്പടിയിൽ പാലിക്കാൻ പോകുന്നതെന്ന് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്തുവാണ്? സന്തോഷത്തിലും ദുഃഖത്തിലും, അതായത് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം വന്നാലും ദുഃഖം വരുന്ന കാര്യത്തിലും അവർ 2 പേരും ഒരുമിച്ചായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. അവർ വിവാഹത്തിന് ശേഷം ഈ ഒരു ഉടമ്പടിയിലെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരിൽ ഒരാൾക്ക്, നമ്മുടെ അപ്പച്ചനൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അമ്മച്ചി അത് കാണുന്നില്ല എന്ന് നടിച്ചു പോകുമോ? ഇല്ല. അമ്മച്ചി അവിടെ ചെന്നിട്ട് അപ്പച്ചനെ അത് ആശ്വസിപ്പിക്കും. അപ്പച്ചൻ്റെ ദുഃഖത്തിൽ അമ്മച്ചിയും പങ്കുചേരും. അതേപോലെ തിരിച്ചും അമ്മച്ചിക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അപ്പച്ചനും അതിൽ പങ്കുചേരും. ഈ മറിച്ച് സന്തോഷമാണ് വരുന്നതെങ്കിലോ അവിടെയും അവരൊരുമിച്ചായിരിക്കും അത് പങ്കിടുന്നത്. അതേപോലെ തന്നെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, നമുക്ക് പൂർണ്ണ ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല, മറിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്തോ നമുക്ക് വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ പരസ്പരം ശുശ്രൂഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉടമ്പടിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും, നമുക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്ന സമയത്ത് മാത്രം കാണിക്കേണ്ടുന്ന സ്നേഹമല്ല വിവാഹബന്ധത്തിലുള്ളത്. അതിപ്പോൾ നമുക്ക് ദാരിദ്ര്യത്തിലായാൽ പോലും നമ്മൾ ആ സമയത്ത് പരസ്പരം ബഹുമാനിച്ച്
ആ ഒരു സ്നേഹത്തിൽ കഴിഞ്ഞു കൊള്ളാമെന്നാണ് ദൈവത്തിൻ്റെ മുൻപിൽ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഗ്ദാനത്തിലൂടെ, അതായത് ഉടമ്പടിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനായിട്ടുള്ള അനുഗ്രഹം അവർക്ക് ദൈവത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇതാണ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വിവാഹ സമയത്ത് അവരെടുക്കുന്ന ഉടമ്പടി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന ഓരോ മാതാപിതാക്കളും അല്ലെങ്കിൽ ഓരോ വധൂവരന്മാരും അവരുടെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു പോകുന്നത്. അടുത്തതായി നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയാവുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? പരസ്പര സ്നേഹവും ഐക്യവും ദാമ്പത്യ വിശ്വസ്തതയുമാണ് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. പരസ്പര സ്നേഹം നമുക്കറിയാം. അവർ പരസ്പരം വിവാഹത്തിന് ശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചാണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഐക്യം വേണം. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലോ അവരുടെ ആ ഒരു ഒരുമ, ഒരു ഐക്യം അവിടെ ഉണ്ടായിരിക്കണം. ദാമ്പത്യ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ഭാര്യയെ സംശയിക്കാനോ അല്ലെങ്കിൽ ഭാര്യയെ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് സംശയിക്കാനോ ഒന്നും പാടില്ല. അവർ ഭാര്യയെ പൂർണ്ണമായി ഭർത്താവ് വിശ്വസിച്ചിരിക്കും. അതേപോലെ ഭാര്യ തിരിച്ചും ഭർത്താവിനെ വിശ്വസിച്ചിരിക്കും. അങ്ങനെ പരസ്പരമുള്ള ആ ഒരു വിശ്വസ്തതയാണ്. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം വളരെ സ്മൂത്തായിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഒരു വീട് തകരാതിരിക്കണമെങ്കിൽ അതിന് ആദ്യം വേണ്ടുന്ന എന്താണ്? അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയാണ്. ആ ഒരു അടിത്തറ ഇളകിക്കഴിഞ്ഞാൽ നമ്മളുടെ വീട് നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടുന്ന അടിസ്ഥാന ഘടകമാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ അതില്ല എങ്കിൽ അവരുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം, അതായത് വിവാഹത്തിലൂടെ സ്ത്രീയെയും പുരുഷനെയും ഒരുമിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ പിതാവായ ദൈവമാണ്. ദൈവം യോജിപ്പിക്കുന്ന സ്ത്രീയെയും പുരുഷനെയും മനുഷ്യരായ നമുക്ക് വേർപെടുത്താനായിട്ട് അവകാശമില്ല. മരണം വരെ അവർ ഒരുമിച്ച് കഴിഞ്ഞോളാമെന്നാണ് ദൈവത്തിന് മുൻപിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവരെ വേർപെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ ആ ഉടമ്പടിയിൽ നിന്ന് അവർ പിന്മാറി പോകുന്നത് പോലെ. അങ്ങനെ ഒരിക്കലും പോകാനായിട്ട് പാടില്ല. നമുക്ക് ബൈബിൾ വചനമുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതായത് ദൈവം അവരെ വിവാഹത്തിലൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ വേർപെടുത്താൻ മറ്റാർക്കും അവകാശമില്ല. അടുത്തതായിട്ട് നമ്മൾ യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഒരു അത്ഭുതത്തോടെയാണ്, അല്ലേ? യേശു ആദ്യമായി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഏതാണത്? കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പ്രവർത്തിക്കുന്ന അത്ഭുതം. അവിടെ എന്താണ് യേശു ചെയ്തത്? വെള്ളം വീഞ്ഞാക്കുന്നു. അപ്പോൾ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കാനായിട്ട് തിരഞ്ഞെടുത്തതും ഒരു വിവാഹ വീട് തന്നെയായിരുന്നു, അല്ലേ? അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി കഴിഞ്ഞാൽ, ഒരു വിവാഹ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ളൊരു ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് വാങ്ങിച്ച് അതിനെ തീർക്കാനായിട്ട് സാധിക്കും. ആ പ്രശ്നം തീരും. പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല. അവിടെ വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ ആ വിവാഹം തന്നെ മുടങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നങ്ങൾക്കും അവസരം കൊടുക്കാതെ ഈശോ എന്ത് ചെയ്തു? വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിവാഹം എന്നത് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മളുടെ എല്ലാ വിവാഹ ജീവിതത്തിലും വിവാഹത്തിന് ശേഷവും നമ്മളോടൊപ്പം എന്നും യേശു ഉണ്ടാകും. വിവാഹശേഷം ഭാര്യയും ഭർത്താവും എല്ലാ സാഹചര്യങ്ങളിലും പരസ്പര വിശ്വസ്തത പാലിക്കണം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുവാനായിട്ട് പാടില്ല. ഈ ഒരു കാര്യത്തിൽ ഓരോ ഭർത്താവും ഭാര്യയും തൻ്റെ ഭർത്താവിനോടും ഭാര്യയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ടേ ഇരിക്കണം. ഇതെന്ന് പറയുന്നത് വിവാഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൽപ്പനയുടെ പേരെന്ത് പറയുന്നത്? കൽപ്പനയിലൂടെ ദൈവം എന്ത് പറയുന്നത്? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കാനോ അതേപോലെ തന്നെ തിരിച്ച് മറ്റൊരാളുടെ ഭർത്താവിനെ ആഗ്രഹിക്കാനോ ഒരു സ്ത്രീക്കും അവകാശമില്ല. നമ്മൾ വിവാഹം എന്ന കൂദാശ അത്രയ്ക്ക് പരിശുദ്ധമായി കണ്ടുകൊണ്ട് ഒരുമിച്ച് രണ്ടുപേര് ചേർന്ന് ജീവിക്കുമ്പോൾ അതിൽ പുറത്തുനിന്ന് നമ്മൾ വേറെ ഭാര്യയുടെ പുറകെ പോകാനോ അല്ലെ ഭർത്താവിൻ്റെ പുറകെ പോകാനോ ഒരു സ്ത്രീയും പുരുഷനും തയ്യാറാകാനായിട്ട് പാടില്ല. അത് വലിയൊരു പാപമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ കൽപ്പനകളിലൂടെയും പഠിച്ചു വരുന്നത് എന്ത് കാര്യങ്ങളാണ്? നമ്മൾ ഓരോ കൽപ്പനയിലും ആ വാക്കുകളിലൂടെ പറയുന്ന അർത്ഥം മാത്രമല്ല, മറിച്ച് അതിനകത്ത് ദൈവം ഒരുപാട് അർത്ഥങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു കൽപ്പനയിൽ. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ ഒരു കൽപ്പനയിൽ ആ ഒരു വാക്കുകളിലൂടെയുള്ള അർത്ഥം മാത്രമല്ല, മറിച്ച് വിവാഹമെന്ന കൂദാശ എത്രത്തോളം പരിശുദ്ധമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് വിവാഹമെന്ന കൂദാശ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനോട് ചോദിച്ച് നിങ്ങളപ്പോൾ തന്നെ സംശയങ്ങൾ തീർക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക. അവർ വിവാഹമെന്ന കൂദാശയിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ക്ലാസ് ഏകദേശം തീരാറായി. 10ാമത്തെ ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പ്രധാനമായിട്ടും വിവാഹമെന്ന കൂദാശയെപ്പറ്റി തന്നെയാണ് പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിവാഹമെന്ന കൂദാശയെ ദൈവം സ്ഥാപിച്ചു, ഈശോ അതിനെ കൂദാശയായി ഉയർത്തി. പിന്നെ വിവാഹത്തിൻ്റെ സമയത്ത് വധൂവരന്മാർ ചെയ്യുന്ന ഉടമ്പടിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. ഉടമ്പടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉടമ്പടിയൊക്കെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. നിങ്ങളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, നമ്മൾ ഇനിയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വിവാഹത്തിനൊക്കെ ചെല്ലുമ്പോൾ പള്ളിയിൽ നോക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ വധൂവരന്മാർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അൾത്താരയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത്. അവർ ഈ ഉടമ്പടി സമയത്ത് പറയുന്ന, ഈ ഉടമ്പടി എടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇനിയെങ്കിലും നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ പള്ളിയിൽ അലക്ഷ്യമായിട്ടിരിക്കാതെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ അവരെടുക്കുന്ന ഉടമ്പടിയെ പറ്റി പറഞ്ഞു. പിന്നെ ഏത് സാഹചര്യത്തിലും വധൂവരന്മാർ അവരുടെ പരസ്പര വിശ്വാസ്യത പുലർത്തണമെന്നും അത് ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്നവരൊക്കെ എഴുതുക. നിങ്ങളുടെ അധ്യാപകർക്ക് അത് അയച്ചു കൊടുക്കുക, അവരെ കാണിക്കുക. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ, നിങ്ങളുടെ പള്ളിയിൽ മതാധ്യാപകരോടോ ഒക്കെ ചോദിച്ച് അത് സംശയങ്ങൾ അപ്പോൾ തന്നെ തീർത്തു പോവുക. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് പിന്നത്തെ ഒരു ക്ലാസ്സിൽ കാണാം. ബൈ.